ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് എന്നെ ഇവിടെ നിന്ന് അസിസ്റ്റൻ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്ന് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന. എന്തായിരുന്നു, ഞാൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. മാമിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് എങ്ങനെയാ, ഞാൻ ഓക്കെ അല്ലേ, ഇന്നല്ലേ? ഇന്നാവേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വേറെ എന്തോ ഒരു പ്രോബ്ലം കൂടി പറയണ്ടേ, അസിസ്റ്റൻ്റ് അത് പറഞ്ഞില്ല? ഇല്ല, ഇന്ന് വന്നു കഴിഞ്ഞാൽ മാമിൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞേ. പക്ഷെ എന്തോ പേപ്പേഴ്സ് ഒന്നും ഓക്കെ അല്ലാന്ന് തോന്നുന്നു. അല്ലല്ലോ, ഇവിടുന്ന് ചോദിച്ചു നോക്കി, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ചോദിച്ചു നോക്കിയാൽ മതി. ഞാൻ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി നോക്കി നോക്കാം. എൻ്റെ കയ്യിൽ കോപ്പീസും ഉണ്ട്. പിന്നെ പെർഫോമൻസ് വൈസും എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് ഇവിടുന്ന് എല്ലാവരും പറയുകയും ചെയ്തു. എനിക്കാണ് ടോപ്പ് സ്കോർ എന്നൊക്കെ. ഞാൻ ആ എക്സ്പെക്റ്റേഷനിലാണ് വന്നത്. വീട്ടിൽ നിന്ന് ആരും കൊണ്ടാക്കാനൊന്നുമില്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരെയൊക്കെ ഒരു ആളോട് ഹെൽപ്പൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. പിന്നെ ഇങ്ങോട്ടേക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പറയുന്നതൊക്കെ, പക്ഷേ നമുക്ക് അത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടെന്ന് കരുതി നമ്മൾ ജോബ് തരണമെന്നില്ല. ഞങ്ങൾക്ക് ഓക്കെ ആകുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ പെർഫോമൻസ് ഓക്കെ അല്ല എന്നാണോ? നിങ്ങൾ ഓക്കെ ആണ്, ഒരുപക്ഷെ ഞങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ഓക്കെ അല്ലാതിരിക്കാം. അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരുമോ? ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും? ഞാൻ ഓക്കെ ആവും. ഞാൻ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. കാരണം എനിക്കിത് ഭയങ്കര അത്യാവശ്യമാണ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കൊരു ജോലി കിട്ടിയാലേ. അമ്മയുടെ ഓപ്പറേഷനും ഉണ്ട്, പിന്നെ അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് പഠിത്തം കഴിഞ്ഞങ്ങ് ഇറങ്ങിയപ്പോഴേക്കും ഈ ഒരു ഓഫർ എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. എന്തെങ്കിലും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ? ഓക്കെ, ഓക്കെ, കൊള്ളാം.